നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡൽഹി തെരഞ്ഞെടുപ്പിലെ ആം ആദ്മിയുടെ വിജയം രാജ്യവ്യാപകമായി ആഹ്ലാദ പ്രകടനം നടന്നു. കാസർഗോഡ് റവന്യൂ അദാലത്ത് നടന്നു. അദാലത്തിൽ പങ്കെടുക്കാനെത്തിയത് ആയിരങ്ങൾ. കാത്തിരുന്ന നിമിഷം എത്തി. ബൈന്ദൂർ കാസർഗോഡ് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചു. കൃഷിക്കും ഭവന നിർമ്മാണത്തിനും മുൻഗണന നൽകി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഗ്രാമസഭ നടന്നു. ക്ഷേമനിധിയിലെ അപാകത പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് ഫെഡറേഷൻ പ്രവർത്തകർ ക്ഷേമനിധി ഓഫീസ് മാർച്ച് നടത്തി. ആവിക്കര കുളത്തിന് CPIM പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ശാപമോക്ഷം. മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സുവർണ ജൂബിലി ആഘോഷിക്കുന്നു. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. വാർത്തകൾ വിശദമായി. ചൂലെടുത്ത ആം ആദ്മി. AAPയുടെ വിജയം കാസർഗോട്ടും ആഹ്ലാദം അലതല്ലുന്നു. പ്രവർത്തകർ പ്രകടനം നടത്തി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കുണ്ടായ വിജയത്തിൽ നാട്ടിലെങ്ങും ആഹ്ലാദം അലതല്ലുകയാണ്. പാർട്ടി പ്രവർത്തകരോടൊപ്പം ഇതര ജനാധിപത്യ വിശ്വാസികളും ആം ആദ്മിയുടെ വിജയത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. നാടെങ്ങും മധുരപലഹാര വിതരണം ചെയ്തും പ്രകടനം നടത്തിയുമാണ് പാർട്ടി പ്രവർത്തകർ വിജയം ആഘോഷിച്ചത്. കാസർഗോഡ് നഗരത്തിലും ആം ആദ്മി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഹ്ലാദ പ്രകടനം നടന്നു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രകടനം MG റോഡിലൂടെ സഞ്ചരിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂടി കടന്നുപോയി തിരികെ ഒപ്പുമരച്ചോട്ടിൽ സമാപിച്ചു. നേതാക്കളായ മുഹമ്മദ് അലി ഫത്താഹ്, രവീന്ദ്രൻ കണ്ണങ്കണ്ടി, മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റി അംഗം ഇബ്രാഹിം കുടിയമ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട്ടും മഞ്ചേശ്വരത്തും ആഹ്ലാദ പ്രകടനം നടന്നു. റവന്യൂ സർവേ അദാലത്ത്. നിരവധി പരാതികൾക്ക് തീർപ്പ് കൽപ്പിച്ചു. ആയിരങ്ങളാണ് അദാലത്തിലേക്ക് ഒഴുകിയെത്തിയത്. റവന്യൂ സർവേ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെയാണ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സർവേ റവന്യൂ അദാലത്ത് തുടങ്ങിയത്. ഷഹനായിലൂടെ ഉപകരണ സംഗീത വായനയിൽ മായാജാലം സൃഷ്ടിച്ച ഉസ്താദ് ഹസൻ ബായി അദാലത്തിൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശിൽ നിന്നും പട്ടയം ഏറ്റുവാങ്ങി. തെക്കിൽ വില്ലേജിൽ 5 സെന്റ് സ്ഥലമാണ് ഹസൻ ബായിക്ക് നൽകിയത്. എന്നെ നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. P. കരുണാകരൻ MP, MLAമാരായ PB അബ്ദുൾ റസാഖ്, K. കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുംതാസ് ഷുക്കൂർ, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, ജനപ്രതിനിധികൾ, റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതി, ദേശീയ കുടുംബക്ഷേമ പദ്ധതി, പോക്കുവരവ്, അതിർത്തി നിർണയം, പട്ടയം, സർവേ, KLU ഉത്തരവ്, പ്രകൃതിക്ഷോഭം എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. അദാലത്തിലേക്ക് ഡിസംബർ 20 വരെ 10,841 പരാതികളാണ് ലഭിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതി പ്രകാരം 1.93 കോടി രൂപ 2030 പേർക്ക് അദാലത്തിൽ മന്ത്രി വിതരണം ചെയ്തു. അദാലത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണ മെഡൽ നേടിയ TK ജ്യോതിപ്രസാദിനും സംസ്ഥാന സർക്കാരിന്റെ മൈത്രി ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ബ്രിജിത ജോണിക്കും പുഷ്പമണിക്കും സെറീനയ്ക്കും പട്ടയം നൽകി. 4000 പേർക്ക് ഇരിക്കുവാനുള്ള സൗകര്യമാണ് അദാലത്തിൽ ഒരുക്കിയത്. താലൂക്ക് തിരിച്ചാണ് വെവ്വേറെ കൗണ്ടറുകൾ പ്രവർത്തിച്ചത്. പുതുതായി പരാതി നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുവാനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ക്ഷേമനിധിയിലെ അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യം. പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുഴുവൻ തൊഴിലാളികളെയും ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കുക, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, പെൻഷൻ ഫണ്ട് സ്വരൂപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടന്നത്. സമരക്കാർ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ധർണാ സമരം CITU സംസ്ഥാന സെക്രട്ടറി P. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ ക്ഷേമനിധി ഓഫീസ് തുടർച്ചയായി സമരത്തിലൂടെ സമീപിക്കണം എന്ന നിലയിൽ ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഇന്ന് നമ്മൾ കേരളത്തിലുടനീളം ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗവൺമെന്റിന്റെ ഭാഗത്ത് പുതിയ നീക്കങ്ങളൊന്നും ഇതുവരെ ആരംഭിക്കില്ല. കാരണം ഗവൺമെന്റ് ഇതല്ലല്ലോ പണി. നമ്മുടെ മന്ത്രിസഭയാകെ ഏറ്റവും വലിയ അഴിമതിയുടെ കുത്തരങ്ങായി മാറുകയും അതുമാത്രം പരിഹരിക്കുന്നതിന് പോലും അവർക്ക് സാധിക്കാതെ കണ്ട് ഭരണമാകെ സ്തംഭിച്ചു കിടക്കുകയാണ്.
തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്, കൃഷിക്കാരുടെ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പരിഹരിക്കാൻ ഗവൺമെന്റ് സമീപിക്കും. അപ്പോൾ കേവലം ഒരു ധർണ കൊണ്ട്, ഒരു മാർച്ച് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല എന്നതാണ് ഇപ്പൊ തോന്നുന്നത്. അതുകൊണ്ട് തുടർച്ചയായ സമരം ചിലപ്പോൾ വേണ്ടിവരും. അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ അധ്യക്ഷനായി. പ്രമോദ് ഹരിശ്രീ, പ്രദീപ് ചെറുവത്തൂർ, പ്രശാന്ത് കരിച്ചേരി, പ്രഭാകരൻ കാഞ്ഞങ്ങാട്, രാജൻ കരിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ഗിരികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ബൈന്ദൂർ കാസർഗോഡ് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ കരുണാകരൻ MP ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ഉത്സവാന്തരീക്ഷത്തിലാണ് കാസർഗോഡ് ബൈന്ദൂർ പാസഞ്ചർ ട്രെയിൻ കാസർഗോഡിൽ നിന്ന് കന്യയാത്ര ആരംഭിച്ചത്. രാവിലെ 6:40 കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബൈന്ദൂരിലേക്ക് പാസഞ്ചർ ഓടിത്തുടങ്ങിയത്. റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പി കരുണാകരൻ MP ഫ്ളാഗ് ഓഫ് ചെയ്തു. എന്നെ നെല്ലിക്കുന്ന് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി, റെയിൽവേ പാലക്കാട് അസിസ്റ്റന്റ് ഡിവിഷൻ എഞ്ചിനീയർ ഏഴിലൻ, അസിസ്റ്റന്റ് കൊമേഴ്സ്യൽ മാനേജർ രവികുമാർ, സുരേഷ് കുമാർ ഷെട്ടി, P അഷ്റഫ് അലി, റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രശാന്ത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാ ദിവസവും രാവിലെ 6:40 കാസർഗോഡിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ 11:50 ബൈന്ദൂർ സ്റ്റേഷനിലെത്തും. മടക്കയാത്രയിൽ ട്രെയിൻ 1:05 ബൈന്ദൂരിൽ പുറപ്പെട്ട് വൈകിട്ട് 6:10 കാസർഗോഡെത്തും. തിങ്കളാഴ്ച വൈകിട്ട് ബൈന്ദൂർ സ്റ്റേഷനിൽ നിന്നും കാസർഗോട്ടേക്ക് വന്ന ട്രെയിൻ ബൈന്ദൂർ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡൽഹിയിൽ നിന്ന് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവാണ് റിമോട്ട് കൺട്രോൾ ഫ്ളാഗ് ഓഫ് ചെയ്തത്. തുടർന്ന് MPമാരായ BS യെദ്യൂരപ്പയും ശോഭ കരന്തലാജയും ചേർന്നാണ് പച്ചക്കൊടി വീശിയത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് 336 വീടുകൾ നിർമ്മിക്കാൻ തീരുമാനം. കൃഷിക്കും ഭവന നിർമ്മാണത്തിനും മുൻഗണന നൽകാൻ ഗ്രാമസഭ തീരുമാനം. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ സമാപിച്ചു. ഭവന നിർമ്മാണത്തിനും കൃഷിക്കും മുൻഗണന നൽകുന്ന കരട് രേഖ അവതരിപ്പിച്ചു. സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലാബ് തുടങ്ങാൻ നിർദ്ദേശമുയർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം നമുക്ക് വേണ്ടിയില്ല. കാഞ്ഞങ്ങാട് പള്ളക്കാട്ട് കോളേജ്, കാർഷിക കോളേജിലുണ്ടെന്ന് എനിക്കറിയില്ല. അതൊക്കെ പ്രായോഗികമായി നമുക്ക് ഗ്രാമങ്ങളിൽ പഞ്ചായത്തിൽ നിന്ന് പോയി മണ്ണ് പരിശോധിച്ച് വളങ്ങൾ നിർദ്ദേശിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാൻ അതുകൂടി നമ്മൾ പുതിയ പ്രദേശത്ത് വെക്കണം എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് കാർഷിക മേഖലക്കും ചെറുകിട വ്യവസായത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും അതുപോലെ മറ്റ് വികലാംഗരായ ആളുകളുടെ സംരക്ഷണത്തിനും കൃഷിക്കും വ്യവസായത്തിനും എല്ലാം വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യമുന അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് ഷാഫി കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ഗൗരി സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി UK സുരേന്ദ്രൻ സ്വാഗതവും ഹെബി മാത്യു നന്ദിയും പറഞ്ഞു. നാശോന്മുഖമായ ആവിക്കര കുളം നന്നാക്കൽ CPIM പ്രവർത്തകർ കൈകോർത്തു. കുളം സംരക്ഷിക്കാൻ CPIM പ്രവർത്തകരുടെ തീരുമാനം. 40 വർഷക്കാലമായി ഉപയോഗത്തിലില്ലാത്തതിനാൽ നാശോന്മുഖമായി മാറിയ ആവിക്കരയിലെ കുളം നന്നാക്കാൻ CPIM പ്രവർത്തകർ രംഗത്തിറങ്ങി. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് CPIM പ്രവർത്തകർ കുളം നന്നാക്കാൻ രംഗത്തിറങ്ങിയത്. കുളം നികത്തപ്പെടുന്നുവെന്ന ആശങ്ക നിലനിൽക്കെയാണ് അതിന്റെ സംരക്ഷണത്തിനായി CPIM പ്രവർത്തകർ എത്തിയത്. പായൽ മൂടിയ കുളം പൂർണ്ണമായി നന്നാക്കാൻ CPIM പ്രവർത്തകർ കൈകോർത്തു. പ്രദേശത്തെ ജലസമൃദ്ധിക്കായി കുളം നിലനിർത്തുമെന്ന് CPIM ബ്രാഞ്ച് സെക്രട്ടറി ശശികുമാർ പറഞ്ഞു. സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം തടയണമെന്നും പൊതുമേഖലയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPM ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. CPMന്റെ നേതൃത്വത്തിൽ ഈ കുളം പൊതുസ്വത്തായി നിലനിർത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. സ്വകാര്യവൽക്കരണത്തിലൂടെ നാട്ടിൽ വർഗീയ സാമുദായിക വിപുലീകരണം നടത്തുന്നതിനും ചില ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് CPM ഈ ദൗത്യത്തിന് മുൻകൈ. 40ഓളം പേർ ഒത്തുകൂടിയാണ് കുളം ശുചീകരിച്ചത്. വാർഡ് കൗൺസിലർമാരായ AK ലക്ഷ്മി, ശിവദത്ത്, CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ദിവാകരൻ, അനിൽകുമാർ, മുഹമ്മദ് കുഞ്ഞി, CPIM ആവിക്കര ബ്രാഞ്ച് സെക്രട്ടറി ശശികുമാർ തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വമേകി. റോഡിന്റെ ശോച്യാവസ്ഥ. ഭീമനടിയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. യാത്ര ചെയ്യാനാണ്
PWD അനാസ്ഥ അവസാനിപ്പിക്കുക, മലയോര റോഡുകളോടുള്ള അധികൃതരുടെ അവഗണന മതിയാക്കുക, മുഴുവൻ റോഡുകളും മെക്കാഡം ചെയ്യുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രകടനമായാണ് സമരക്കാർ റോഡ് ഉപരോധിക്കാനെത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ഭീമനടി യൂണിറ്റ്, സംയുക്ത ട്രേഡ് യൂണിയൻ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ, ലോഡിംഗ് തൊഴിലാളികൾ, മദ്യവിരുദ്ധ സമിതി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. തോമസ് കാനാട് ഉപരോധം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല സപ്പോർട്ടായിട്ട് റബ്ബറിന് വില കൂടും. നാട്ടിലെ റോഡുകളെല്ലാം ഏറ്റവും മനോഹരമായിട്ട് പൊളിഞ്ഞു പോകാത്ത നല്ല റോഡുകൾ സൃഷ്ടിക്കപ്പെടും. നേരത്തെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞ പോലെ 5 വർഷമോ 10 വർഷം ശേഷം പിന്നെ റോഡിന്റെ മെയിൻ്റനൻസിന്റെ ആവശ്യം വരുള്ളൂ. ഈ കാര്യത്തിൽ അത് ഒരു ദോഷം ഇത് മാത്രമല്ല, വണ്ടികളുടെ മെയിൻ്റനൻസ് കുറയും, ഇന്ധന ചെലവുകൾ ഒരുപാട് കുറയും എന്നുകൊണ്ട് ഒരുപാട് മേഖലയിൽ നമ്മുടെ സാമ്പത്തിക ലാഭകരവും മാത്രമല്ല വാഹനങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റുന്ന ആ സൗകര്യം കിട്ടുന്ന സാഹചര്യത്തിൽ. എന്നാൽ ഇതിനെല്ലാം വിലങ്ങടയായിട്ട് നിൽക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥവർക്കും അവരെ പരിപാലിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ വർഗവുമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഞാൻ ഇതിനിടയ്ക്ക് ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതുപോലെ 10 വർഷം 5 വർഷം റോഡ് നന്നായി കിടന്നാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ കാര്യം, ഞങ്ങൾക്ക് എന്തെങ്കിലും കിമ്പളം കിട്ടണമെങ്കിൽ, ഞങ്ങൾക്ക് എന്തെങ്കിലും പൈസ തടയണമെങ്കിൽ ഈ റോഡുകളെല്ലാം 6 മാസങ്ങൾ റോഡുകൾ പൊളിയണം. പൊളിഞ്ഞു കഴിയും മെയിൻ്റനൻസ് വകുപ്പിലും അതിനുശേഷം ടാറിങ്ങിന്റെ വകുപ്പിലും ആയിട്ട് ഈ ഒരുപാട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടയാനുള്ള മാർഗങ്ങൾ അതാണ്. നമ്മളെല്ലാം ഞങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ഓരോരുത്തരും ഇന്ന് ഈ നാട്ടിൽ ഒരുപാട് ഇരട്ടി വാഹനങ്ങൾ വർദ്ധിച്ചു, എന്നാൽ റോഡിന്റെ വികസനം ഇന്ന് 1% വരെ ഉണ്ടായിട്ടില്ല. ഉദ്ഘാടന ചടങ്ങിൽ റജികുമാർ അധ്യക്ഷനായിരുന്നു. MP ജോൺസൺ, PV തമ്പാൻ, P അബ്ദുൾ മജീദ്, PV കുഞ്ഞിരാമൻ, K പത്രോസ് എന്നിവർ സംസാരിച്ചു. റോഡുകൾ കുണ്ടും കുഴിയുമായി കിടക്കുമ്പോൾ അധികൃതർ കയ്യും കെട്ടി നിൽക്കുകയാണെന്നും ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ അനിശ്ചിതകാല സമരമാർഗം സ്വീകരിക്കേണ്ടി വരുമെന്നും സംയുക്ത സമരസമിതി മുന്നറിയിപ്പ് നൽകി. വാണിയമ്പാറ ചങ്ങമ്പുഴ കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. AKG പാണംതോട് ജേതാക്കളായി. വാണിയമ്പാറ ചങ്ങമ്പുഴ കലാകായിക വേദി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ AKG പാണാന്തോട് ജേതാക്കളായി. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ രാമഗിരി RSPV KK AKG പാണാന്തോട് പരാജയപ്പെടുത്തുകയായിരുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് AKG പാണാന്തോട് വിജയം നേടിയത്. മികച്ച കളിക്കാരനായി പ്രവീൺ നാരായണനെയും മികച്ച ഗോൾ കീപ്പറായി രജീഷിനെയും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരനായി റെഡ് യങ്സ് കേരളത്തിലെ ജലനെയും തെരഞ്ഞെടുത്തു. മികച്ച സ്റ്റെപ്പർ ബാക്കായി സബീഷിനെയും മികച്ച അച്ചടക്ക ടീമായി NBS വെള്ളിക്കോത്തിനെയും തെരഞ്ഞെടുത്തു. സമാപന സമ്മേളനത്തിൽ ചങ്ങമ്പുഴയുടെ UAE കമ്മിറ്റി പ്രസിഡന്റ് A മഹേഷ് സമ്മാനദാനം നിർവഹിച്ചു. ചങ്ങമ്പുഴ കലാകായിക വേദി കുറേ വർഷങ്ങളായിട്ട് കലാ സാംസ്കാരിക രംഗത്ത് ജില്ലയിലും സംസ്ഥാനത്തും വളരെ അറിയപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കലാസമിതിയാണ്. ഒരു കായിക മത്സരം ചങ്ങമ്പുഴയെ പോലുള്ള ഒരു കലാസമിതി സംഘടിപ്പിക്കുമ്പോൾ പരിമിതികൾ ഒരുപാടുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണവും സാന്നിധ്യവും ഒക്കെ കൊണ്ട് വളരെ നല്ല ഒരു അച്ചടക്കമുള്ള ഒരു ടൂർണമെന്റായിട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഇതിന്റെ ഭാരവാഹികളോട് കടപ്പാട് അറിയിക്കാം. നമ്മുടെ രാവണീശ്വരം മേഖലയിൽ നിന്ന് ഒരു പുഴയുടെ ഇക്കര നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ അപ്പുറമുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് സജീവമായിട്ട് പങ്കെടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ വളരെ നല്ല രീതിയിലുള്ള പിന്തുണ നമുക്ക് കിട്ടുക എന്നുള്ളതും നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. ചന്ദ്രൻ പുതിയ വളപ്പിൽ അധ്യക്ഷനായി. P കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും P ഹരീഷ് നന്ദിയും പറഞ്ഞു. മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷം 2015 ഏപ്രിൽ മുതൽ 2016 മാർച്ച് വരെ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിനായി നാടൊരുങ്ങുന്നു. മടിയൻ പ്രദേശത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷം വൻ വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകർ. സംഘാടക സമിതി രൂപീകരണ യോഗം മടിയൻ GLP സ്കൂളിൽ നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ ക്ലബിന്റെ 50 വർഷ പ്രവർത്തനം ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു.
ഇത്തരം ആഘോഷങ്ങൾ ഇന്ന് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും നടക്കും. ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്ന വഴി അടൂട്ട് ജോളി യൂത്ത് ക്ലബിൻ്റെ വാർഷിക ആഘോഷം, ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് വലിയ ഘോഷയാത്രയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പഞ്ചായത്തിൽ തന്നെ അടൂട്ട് അങ്ങനെ ജൂബിലി ആഘോഷം നടക്കുകയാണ്. വേലാശ്വരത്ത് ഒരു ജൂബിലി ആഘോഷം സമാപിച്ചു കഴിഞ്ഞു. അധികം മുൻപ് ഞാനൊക്കെ പ്രവർത്തിക്കുന്ന ബാലബോധിനിയുടെ പ്ലാറ്റിനം ജൂബിലിയാണ്, 75 വർഷത്തെ ആഘോഷമാണ്. ക്ലബ്ബ് പ്രസിഡന്റ് പി കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. CPIM അജാനൂർ ലോക്കൽ സെക്രട്ടറി AV സഞ്ജയൻ, MV രാഘവൻ, P കൃഷ്ണൻ, ശിവജി വെള്ളിക്കോത്ത്, KP ബാലൻ, CK നാരായണൻ പടിക്കർ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി B ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. സംഘാടക സമിതി ചെയർമാനായി P ഗംഗാധരനെയും കൺവീനറായി B ഗംഗാധരനെയും ഖജാൻജിയായി AV കണ്ണനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. അടൂട്ട് ജോളി യൂത്ത് സെന്ററിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. നാട്ടുതോറ്റം ദൃശ്യാവിഷ്കാരവും അരങ്ങേറി. അജാനൂരിന്റെ സമരപോരാട്ടങ്ങൾക്കും സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കും മുഖ്യ പങ്കുവഹിക്കുന്ന അടൂട്ട് ജോളി യൂത്ത് സെന്ററിന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. DYFI സംസ്ഥാന സെക്രട്ടറി M സ്വരാജ് സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. കാലത്തിന്റെ കർമ്മസാക്ഷിയായി 50 സംവത്സരങ്ങൾ ഈ നാടിന്റെ സൂക്ഷ്മചലനങ്ങളുടെ സാക്ഷിയും സഖാവുമായി നിന്ന നിങ്ങളുടെ യൂത്ത് ക്ലബ്ബ് സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. യൂത്ത് ക്ലബിന്റെ ആദ്യകാല സാരഥികളെല്ലാം സംഘാടക സമിതി ചെയർമാൻ M പൊക്ലൻ അധ്യക്ഷനായി. യൂത്ത് സെന്ററിന്റെ ആദ്യകാല പ്രവർത്തകരായ P നാരായണൻ, VV കുഞ്ഞിക്കണ്ണൻ, M പൊക്ലൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, ഗോപാലൻ ചെറാക്കോട്ട്, KP കുഞ്ഞിക്കണ്ണൻ, KV കുട്ടിയൻ, P കുഞ്ഞിക്കണ്ണൻ, VV കുഞ്ഞിക്കണ്ണൻ, C ബാലകൃഷ്ണൻ, കായക്കിൽ കുഞ്ഞിക്കണ്ണൻ, നവീൻ ചന്ദ്രൻ എന്നിവരെ M സ്വരാജ് ആദരിച്ചു. സുവർണ ജൂബിലിയുടെ ഭാഗമായുള്ള സപ്ലിമെന്റ് കനവ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സ്ഥാപക സെക്രട്ടറി VP കുഞ്ഞിക്കണ്ണൻ സപ്ലിമെന്റ് ഏറ്റുവാങ്ങി. യോഗത്തിൽ AV സഞ്ജയൻ, മൂലക്കണ്ഠം പ്രഭാകരൻ, സംഘാടക സമിതി ട്രഷറർ ഡോക്ടർ നാരായണൻ പള്ളിക്കാപ്പിൽ, കായക്കിൽ കുഞ്ഞിക്കണ്ണൻ, മുരളി മടിയൻ, അനിൽ നരിക്കോട് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും കൺവീനർ VP പ്രശാന്ത് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് അജാനൂരിന്റെ ഗതകാല ചരിത്രം കോർത്തിണക്കി മുരളി മടിയൻ രചനയും അനിൽ നരിക്കോട് സംവിധാനവും പ്രമോദ് P നായർ സംഗീതവും നൽകി ക്ലബ്ബ് പ്രവർത്തകരായ 55 കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ നാട്ടുതോറ്റം അരങ്ങിലെത്തിച്ചു. പരിപാടിയിൽ നൂറുകണക്കിന് നാട്ടുകാർ പങ്കെടുത്തു. ഇന്ത്യയിലെ ആദ്യ ഫാം ഷോ ഫെബ്രുവരി 12 മുതൽ 17 വരെ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്നു. പ്രവർത്തന വഴിയിൽ 1 നൂറ്റാണ്ട് പിന്നിടുന്ന വേളയിലാണ് ഫാം ഷോ 2015 എന്ന പേരിൽ നൂതന കൃഷിയുടെ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. കർഷകർക്കും കാർഷിക വൃത്തിയിൽ താൽപര്യമുള്ളവർക്കും മികച്ച പഠനാനുഭവം നൽകുക എന്നതാണ് ലക്ഷ്യം. 150 ഏക്കർ ഫാമിലെ 30 ഏക്കർ സ്ഥലത്താണ് ഷോ ഒരുക്കിയിരിക്കുന്നത്. കാഴ്ചകൾ കാണാൻ മാന്തോപ്പിലൂടെയും തെങ്ങിൻതോപ്പിലൂടെയും പ്രത്യേകം നടപ്പാതകൾ തയ്യാറാക്കി കഴിഞ്ഞു. ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച വിവിധ വിളകൾ കണ്ടറിയുന്നതിനുള്ള ഫാം വാക്ക്, വിളകളുടെ പ്രദർശന മ്യൂസിയം എന്നിവയ്ക്ക് പുറമെ വിള ഉൽപാദനം, സസ്യസംരക്ഷണം, മൂല്യവർദ്ധനം എന്നീ രംഗങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിലവിലുണ്ടായിരുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് മനസ്സിലാക്കാനും പ്രദർശനത്തിൽ അവസരമൊരുക്കുന്നുണ്ട്. നടീൽ വസ്തുക്കളുടെ പ്രദർശനം, വിവിധയിനം വളർത്തുമൃഗങ്ങളുടെ പ്രദർശനം, ആധുനിക ആട് ഫാം മാതൃക എന്നിവയും ഫാം ഷോയിൽ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം, മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം, പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം, കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവയുടെ സ്റ്റാളുകളും പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഫാം ഷോ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മുടെ ഈ ഫാമിൽ, നമ്മുടെ ഈ ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിൽ പെരിക്കോട് 150ഓളം ഏക്കറുണ്ട്, നീലേശ്വരത്ത് 45ഓളം ഏക്കറുണ്ട്, അതുപോലെ തന്നെ മഞ്ചേശ്വരത്തുണ്ട്. ഇവിടെയുള്ള 150ഓളം ഏക്കറിൽ ഏകദേശം 30 ഏക്കർ സ്ഥലത്ത് ആണ് നമ്മൾ ഈ ഫാം ഷോ സംവിധാനം ചെയ്തത്.
എന്തുകൊണ്ട് 150 ഏക്കറും നമ്മൾ കവർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അത്രയും ദൂരം നടന്ന് ഇത് കാണുമ്പോഴേക്ക് വളരെയധികം ക്ഷീണിക്കുന്നതുകൊണ്ടാണ്. ഈ 30 ഏക്കർ തന്നെ കാണുമ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ എല്ലാ തോപ്പുകളിലൂടെയും തോട്ടങ്ങളിലൂടെയും വളരെ അനായാസം നടന്ന് കാണുന്നതിന് വേണ്ടി ഒരു പല സ്ഥലത്തും നടപ്പാതകൾ നമ്മളുണ്ടാക്കും. 12 രാവിലെ 10:30 കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരായ വിദ്യാർത്ഥികൾ ഫാം ഷോയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രദർശനം കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. ക്രോപ്പ് കഫ്റ്റീരിയ ഉദ്ഘാടനം ഡോക്ടർ TR ഗോപാലകൃഷ്ണനും കാർഷിക യന്ത്രവൽക്കരണ പരിശീലകർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഡോക്ടർ PV ബാലചന്ദ്രനും നിർവഹിക്കും. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമായിരിക്കും പ്രവേശന നിരക്ക്. വാർത്താ സമ്മേളനത്തിൽ അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ K അബ്ദുൽ കരീം, ഡോക്ടർ KN സതീശൻ, ബാബുരാജ് CS, N രവീന്ദ്രൻ, രതീഷ് P, NK മുരളീധരൻ എന്നിവർ സംബന്ധിച്ചു. സ്മാർട്ട് പെരിയ സംഘടിപ്പിച്ച ഫ്ലൈ ടു വിസ്ഡം പരിപാടിയുടെ CD പ്രകാശനം പെരിയ നവോദയ വിദ്യാലയത്തിൽ നടന്നു. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ മാജിക് ഷോയും നടന്നു. പെരിയയുടെ വികസന സ്വപ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഫ്ലൈ ടു വിസ്ഡം പരിപാടിയുടെ CD പ്രകാശനം നടന്നു. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാറുമായി നടത്തിയ സംവാദത്തിന്റെ CD-യാണ് പ്രകാശനം ചെയ്തത്. പെരിയ ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ CD പ്രകാശനം ചെയ്തു. സ്കൂളിൽ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഞാനവിടെ വന്നിട്ട് കഷ്ടിച്ച് 6 മാസമേ ആകുന്നുള്ളൂ. പക്ഷേ ഈ സ്കൂളിൽ വരാനും ഇവിടുത്തെ അധ്യാപകരുമായി പരിചയപ്പെടാനും വിദ്യാർത്ഥികളുമായി പരിചയപ്പെടാനും ഒക്കെ അവസരം ലഭിക്കുകയും വീണ്ടും അത്തരം അവസരങ്ങൾ വരുന്നതും സന്തോഷകരമായ കാര്യമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ രാജ്യത്തിൻ്റെ ഭാവിയുടെ പ്രതീകങ്ങളാണ്. ജവഹർ നവോദയ വിദ്യാലയം പ്രിൻസിപ്പൽ KM വിജയകൃഷ്ണൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. തുടർന്ന് മദ്യവിപത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണവുമായി ബാലചന്ദ്രൻ കൊട്ടോടിയുടെ മാജിക് ഷോയും അരങ്ങേറി. സ്മാർട്ട് പെരിയ പ്രസിഡന്റ് V കുമാരൻ അധ്യക്ഷനായി. സെക്രട്ടറി K വിജയൻ സ്വാഗതവും P സുകുമാരൻ നന്ദിയും പറഞ്ഞു. നെല്ലിക്കാട്ട് കോയാടം വീട് തറവാട് പൂക്കളത്ത് ചാമുണ്ടേശ്വരി ദേവാലയത്തിലെ കളിയാട്ടത്തിന് സമാപനം. അനുഗ്രഹം ചൊരിഞ്ഞ് തെയ്യങ്ങൾ അരങ്ങിലെത്തി. നെല്ലിക്കാട്ട് കോയാടം വീട് തറവാട് പൂക്കളത്ത് ചാമുണ്ടേശ്വരി ദേവാലയത്തിലെ കളിയാട്ടത്തിന്റെ ഭാഗമായി കന്നിക്കുരുമകൻ, കുട്ടിച്ചാത്തൻ, വിഷ്ണുമൂർത്തി, പാറക്കുളങ്ങര ഭഗവതി, പൂക്കളത്ത് ചാമുണ്ടേശ്വരി പൊട്ടൻ ദൈവം തെയ്യങ്ങൾ കെട്ടിയാടി. കളിയാട്ടത്തിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും 100 കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡൽഹി തെരഞ്ഞെടുപ്പിലെ ആം ആദ്മിയുടെ വിജയം രാജ്യവ്യാപകമായി ആഹ്ലാദ പ്രകടനം നടന്നു. കാസർഗോഡ് റവന്യൂ അദാലത്ത് നടന്നു. അദാലത്തിൽ പങ്കെടുക്കാനെത്തിയത് ആയിരങ്ങൾ. കാത്തിരുന്ന നിമിഷം എത്തി. ബൈന്ദൂർ കാസർഗോഡ് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചു. കൃഷിക്കും ഭവന നിർമ്മാണത്തിനും മുൻഗണന നൽകി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഗ്രാമസഭ നടന്നു. ക്ഷേമനിധിയിലെ അപാകത പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് ഫെഡറേഷൻ പ്രവർത്തകർ ക്ഷേമനിധി ഓഫീസ് മാർച്ച് നടത്തി. ആവിക്കര കുളത്തിന് CPIM പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ശാപമോക്ഷം.
മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സുവർണ ജൂബിലി ആഘോഷിക്കുന്നു. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.